പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 നവംബർ മാസം 1-ാം തീയതി ആമേൻ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? അതിനായിട്ട് കരങ്ങളെ ഉയർത്തി വന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നലത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിന് നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നില്ലേ? അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 10 മാസക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയ കർത്താവിന് ആ കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു 10 പ്രാവശ്യം സ്തോത്രം പറഞ്ഞ്. കഴിഞ്ഞ ജനുവരിയിൽ നമ്മളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ആമേൻ. മാർച്ചിൽ നമ്മളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഏപ്രിലിൽ നമ്മളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. മെയ്യിൽ അതിശയമായി നടത്തിയതിന് സ്തോത്രം. ജൂണിൽ അനുഗ്രഹിച്ച് നടത്തിയതിന് സ്തോത്രം. ജൂലൈയിൽ ആമേൻ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഓഗസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അതിശയത്തിൻ്റെ അത്ഭുതത്തിൻ്റെ മാസമായിരുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. സെപ്റ്റംബർ നമുക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. ഈ പോയ മാസം നവംബറും കർത്താവ് നമ്മുടെ ഉള്ളിൽ വലിയൊരു ഉണർവ് തന്ന് നമ്മളെ അത്ഭുതമാക്കി നടത്തിയതിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. എന്നോടുള്ള അങ്ങയുടെ ദയ വലുതാകുന്നു. അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്തു. ആകാശം ഭൂമിക്കുമെന്ന് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോടുള്ളത് വലുതാകുന്നുവല്ലോ. അതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. ഈ പുതിയ മാസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് ജയത്തിൻ്റെ മാസമായി മാറട്ടെ. അതിശയകരമായ അത്ഭുതകരമായ ജയങ്ങൾ അനുഭവിച്ചു മുന്നേറുന്ന മാസമായി തീരട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ യൂറിനറി ബ്ലാഡറുമായിട്ടുള്ള ബന്ധത്തിൽ ചില അത്ഭുത പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുക. അത്ഭുതകരമായ ചില ദൈവപ്രവൃത്തികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ആ യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലാഡറിനകത്തുള്ള ആമേൻ ആമേൻ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊടിഞ്ഞു പോകട്ടെ. ആമേൻ യൂറിൻ പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യൂറിൻ അറിയാതെ അങ്ങ് പോകുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ നോക്കി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു യങ് വൈബ്രൻറ്റ് ഹാർട്ട് ഉണ്ടാകട്ടെ. യങ് വൈബ്രൻറ്റ് ഹെൽത്തി ഹാർട്ട് ഉണ്ടാകട്ടെ. യങ് വൈബ്രൻറ്റ് ഹെൽത്തി ഹാർട്ട് ഉണ്ടാകട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളിലും നസ്രയനായ യേശുവിൻ നാമത്തിൽ ദൈവശക്തി പ്രാപിക്കട്ടെ. ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഈ പകൽക്കാലം അത്ഭുതകരമായി തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തണം. തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം. യേശുവ കൂടെ ഉള്ളത് കാണുവാൻ അനുഭവിക്കുവാൻ ഇന്നത്തെ പകൽക്കാലം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഈ പുതിയ മാസത്തിലെ കർത്താവെ ഇന്നു മുതൽ തുടങ്ങുന്ന ആദ്യത്തെ 5 ദിവസത്തെ മീറ്റിങ്ങുകൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 5 ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. ഈ അടുത്ത 2 മാസം ആമേൻ ജയകരമായി മുന്നേറുവാൻ ആവശ്യമായ ചില ആമേൻ കൃപകൾ ഞങ്ങളിലേക്ക് പകരപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഇന്ന് 1-ാം തീയതിയാണ്. ഒരു മാസത്തിൻ്റെ ആരംഭ ദിവസം എന്ന് പറഞ്ഞാൽ ആ മാസത്തിൻ്റെ വാതിലാണ്. ആമേൻ. ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന് തക്ക മഹത്വം കൊടുക്കുകയും ആമേൻ ദൈവികമായ അനുഗ്രഹങ്ങളെയും അനുഭവങ്ങളെയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ആ മാസത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത്. എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. കഴിയുമെങ്കിൽ എല്ലാവരും നമ്മുടെ ഹാളിൽ വന്ന് പങ്കെടുക്കണം. അവിടെ ഇരുന്ന് കേൾക്കണം, അവിടെ ഇരുന്ന് പ്രാപിക്കണം കേട്ടോ. കാരണം ഈ ഒരു മാസത്തിലേക്കുള്ള ആമേൻ ദൈവിക നിറവിനെ സ്വീകരിപ്പാനും ചിലതിനെ തുറക്കുവാനും ചിലതിനെ അടയ്ക്കുവാനും ഒക്കെ ഈ മീറ്റിംഗ് നമുക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഒരാൾ പോലും മീറ്റിംഗ് മിസ് ചെയ്യരുത്. എല്ലാവരും നേരിൽ വന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതുകൂടാതെ രണ്ടാമത് ഓർപ്പിക്കാനുള്ളത്, തുടർമാനമായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസത്തെയും മീറ്റിങ്ങും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അതിൽ ആരും തന്നെ മിസ് ചെയ്യല്ലെന്ന് ഓർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇതാണ് കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നിരിക്കുന്ന വാക്യം. അപ്പം ഈ മാസത്തിന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ നമ്മൾ പേരിട്ടിരിക്കുന്നത് മന്ത് ഓഫ് വിക്ടറി, ജയത്തിൻ്റെ മാസമെന്നാണ്. കഴിഞ്ഞ 9 മാസം ജയിക്കാൻ കഴിയാതെ പോയ ചില വിഷയങ്ങളിൽ, കഴിഞ്ഞ 10 മാസം ജയിക്കാൻ കഴിയാതെ പോയ വിഷയങ്ങളിൽ ഈ 11-ാമത്തെ മാസത്തിൽ നമ്മൾ ജയത്തിൻ്റെ ആഘോഷം നടത്തുന്ന മാസമായി മാറട്ടെ. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന മാസമായി മാറട്ടെ. ദൈവിക മഹിമ കണ്ട് ആനന്ദിക്കുന്ന ഒരു മാസമായി തീരട്ടെ. ഇവിടെ പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ മന്ത് ഓഫ് വിക്ടറി, എല്ലാവരും പറഞ്ഞ് ഇതൊരു മന്ത് ഓഫ് വിക്ടറിയാണ്. നവംബർ ദ മന്ത് ഓഫ് വിക്ടറി. ഒന്നുകൂടെ പറഞ്ഞ്, നവംബർ ദ മന്ത് ഓഫ് വിക്ടറി. ആമേൻ. ഈ പുതിയ മാസത്തിലേക്ക് കയറുമ്പോൾ കർത്താവ് നമ്മളെ ഒരു താൽക്കാലികമായി ഇടയ്ക്കൊരു ജയമെന്നല്ല പറഞ്ഞു, എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തുക. വിക്ടറി ഈസ് നോട്ട് ആൻ ഈവൻറ്റ്, ഒരു ഈവൻ്റ് പോലല്ല, മറിച്ച് വിക്ടറി ഈസ്, അതായത് യേശു ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളോടുള്ള ദൈവിക ഉടമ്പടിയാണ് ജയകരമായ ജീവിതമെന്ന് പറയുന്നത്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്നു മുതൽ കർത്താവിൻ്റെ ആ ജയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ആ ജയോത്സവമായ ജീവിതത്തെ ഹല്ലേലൂയ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കണം. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും, അപ്പം എപ്പോഴും, എല്ലാവരും പറയും എപ്പോഴും, ഒരു ദിവസമല്ല, 1-ാം തീയതി മാത്രമല്ല, 2-ാം തീയതി മാത്രമല്ല, ഓരോ ദിവസവും കർത്താവ് നമ്മളെ എങ്ങനെ കൊണ്ടുപോകും? ക്രിസ്തുവിൽ നമ്മളെ ജയത്തോടെ കൊണ്ടുപോകും. അപ്പം നമ്മുടെ ജയത്തിൻ്റെ കാരണം എന്നാ? ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആമേൻ എനിക്ക് ജയമുറപ്പാണ്. എൻ്റെ കഴിവോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാരണത്താലോ അല്ല ഞാൻ ജയകരമായി പോകുന്നത്. പിന്നെയോ എന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്, എന്നെ ഡിഫെൻഡ് ചെയ്യുന്ന കർത്താവുണ്ട്, എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന കർത്താവുണ്ട്, എന്നെ ശക്തീകരിച്ച് എന്നിലൂടെ റിസൾട്ട് പുറത്തു കൊണ്ടിരുന്ന കർത്താവുണ്ട്. അപ്പോൾ ആ കർത്താവിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ മാസം എനിക്കെന്തായിരിക്കുന്നത്? ജയകരമായി തീരുന്നത്. അപ്പം ജയം എപ്പം മാത്രമല്ല, താൽക്കാലികമല്ല, ജയം എപ്പോഴും നമ്മളെ ജയത്തോടെ നടത്തുമെന്നാണ് പറഞ്ഞത്. ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷയിൽ ജയകരമായി മുന്നേറുവാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ്സിൽ ജയകരമായി മുന്നേറാം. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ ജയകരമായി, നിങ്ങളുടെ ആരോഗ്യത്തിൽ ജയകരമായി, നിങ്ങൾ നേരിടുന്ന സകല വിഷയങ്ങളിലും ജയകരമായി, ഓരോ സാഹചര്യങ്ങളും എന്തായി മാറും? ജയത്തിൻ്റെ സമയമായി മാറും. അതുകൊണ്ട് ഈ മാസം ഈ വചനം നിങ്ങൾ മറക്കരുത്. ഏത് വിഷയത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയണം, ഇതിൽ ക്രിസ്തുവിൽ എനിക്ക് ജയം തന്നതിനായി സ്തോത്രം. അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആമേൻ. ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെ നിന്നും പറയണം, ഈ വിഷയത്തിൽ കർത്താവ് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ആമേൻ. ജയം തന്നിരിക്കുന്നു. കരമുയർത്തി പറ, ഈ മാസം എന്താണ്? നിങ്ങളുടെ കരം നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞാണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നവംബർ ജയത്തിൻ്റെ മാസമാകുന്നു. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞ്, ആമേൻ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ നിരന്തരമായി എപ്പോഴും ആമേൻ അചഞ്ചലമായ ഒരു ജയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. ഒരു
സാഹചര്യങ്ങളും എന്നെ ജയിക്കത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സകല സാഹചര്യങ്ങളെ ജയിക്കുകയും വാതിലുകൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും. ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ പുതിയ മാസത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞ് മുന്നേറുന്ന മാസമായിരിക്കും. കർത്താവിനെ നന്ദി പറഞ്ഞ് മുന്നേറുന്ന മാസമായിരിക്കും. കരമുയർത്തി ഒന്നുകൂടെ പറ, ഈ പുതിയ മാസത്തിൽ ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞ് കയറുന്ന മാസമായിരിക്കും. കരമുയർത്തിക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പുതിയ മാസത്തിനായിട്ട് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഈ പുതിയ മാസത്തിൽ ആമേൻ കാണുന്നതിലും കാണാത്ത മണ്ഡലത്തിലും ഞങ്ങൾക്ക് ജയം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളിലും കർത്താവ് ഞങ്ങൾക്ക് ജയം തന്ന് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പിൻപടയായി നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ ജനത്തെ ഞാൻ ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഈ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ തകരട്ടെ. ദൈവിക നന്മ അനുഭവിച്ചും കയറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലെസ് ചെയ്യുന്നു. ഈ മാസം ജയത്തിൻ്റെ മാസമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.